വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഒറ്റപ്പെട്ടതിൻ്റെ വേദനയും വള്ളത്തെയും ബോട്ടിനെയും ആശ്രയിച്ചുള്ള യാത്രകളുമൊക്കെയായിരുന്നു ഇതുവരെ പെരുമ്പളത്തുകാരുടെ കഥ. എന്നാൽ ഇനി ആ കഥകൾ പഴങ്കഥകളാകും. പാലത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ പെരുമ്പളത്തുകാർക്ക് പറയാനുണ്ട് ഒരുപാട് കഥകൾ. പെരുമ്പളത്ത് നിന്ന് അബ്ദുൾ റഹീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്താ നമുക്ക് പറയേണ്ടതറിയില്ല, അത്രയും ആത്മാർത്ഥമായ രീതിയിൽ അല്ല കഥ പറയുന്നുണ്ട്. അല്ല അതല്ല, എന്താന്ന് വെച്ചാൽ ഇത്രയും സന്തോഷങ്ങളും കയറി. ഇപ്പൊ ചേട്ടന്മാർ വന്നപ്പോൾ ഇത് പറഞ്ഞല്ല, അപ്പൊ ഞങ്ങളിങ്ങനെ ഈ പാലം കയറി ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം എന്തോരം അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ മക്കള് ആ കഷ്ടപ്പാട് വേണ്ടല്ല. ഇപ്പൊ എൻ്റെ ഭർത്താവിന് തന്നെ സ്ട്രോക്ക് വന്നതാണ്. അത് അക്കരക്ക് ആ ഒരു ടൈമിൽ ഒരു 6 മണിക്കൂർ അക്കരക്ക് എത്തിച്ചേരുന്നെങ്കിൽ ആ തളർന്നു പോകില്ലായിരുന്നു. പുള്ളിക്ക് തന്നെ ഒരു വിഷമാണത്. അങ്ങനെ എനിക്ക് സംഭവിച്ചല്ല, ഒരു 6 മണിക്കൂറിന് മുമ്പ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതി വരില്ലെന്ന് ആര് വന്നാലും. ഇപ്പം നമ്മുടെ ആൾ വന്നിട്ട് ആ രോഗവിവരം ചോദിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് പറയണത് പുള്ളി എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, 6 മണിക്കൂർ മുമ്പ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു. അത് ആ ഡോക്ടർ പറയണത് പുള്ളി കേട്ടതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു വിഷമം എപ്പോഴും. കല്യാണത്തിനോട് പെണ്ണ് ചോദിച്ച് വന്നു കഴിഞ്ഞ സമയത്ത് ബോട്ടിന് അവരക്കരെ നിൽക്കുന്നു, അത് ഇവിടെ അല്ല പറവൂര് കിഴക്കൊന്നുള്ള അക്കരെ നിൽക്കുന്ന സമയത്താണ് ബോട്ട് പോകുന്നത്. പിന്നെ ആ പെണ്ണ് കാണാൻ വരലെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും ചിന്തിക്കാവുന്നതല്ലേ. ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയാലുള്ളൊരവസ്ഥ അറിയാലോ, അവർക്കൊന്ന് വരാനോ പോകാനോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായൊരു പ്രദേശം, അതാണ് പെരുമ്പളം ദ്വീപ്. വള്ളത്തിലും ബോട്ടിലും ജങ്കാറിലും ഒക്കെയായി യാത്ര ചെയ്തിരുന്ന ഇവിടുത്തുകാരുടെ ഏറെ നാൾ നീണ്ട സ്വപ്നം, അതാണ് ഈ പാലം. രോഗികളെ കൃത്യസമയത്ത് മറുകരയിലെത്തിക്കാൻ കഴിയാത്തതിനാൽ ജീവൻ പൊലിഞ്ഞ, അല്ലെങ്കിൽ കൃത്യസമയത്ത് മറുകരയിലെത്താൻ കഴിയാത്തതിനാൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട നിരവധി കഥകൾ പറയാനുണ്ട് പെരുമ്പളത്തുകാർക്ക്. ഉപ്പനപ്പന്മാർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടുന്ന് വഞ്ചിക്ക് കയറ്റിയിട്ട് വലിച്ച് എറണാകുളത്ത് കൊണ്ടുപോയി അതിനിടക്ക് വെച്ച് വള്ളത്തെ വെച്ച് പ്രസവിച്ച ചരിത്രങ്ങളൊക്കെ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടെ, എൻ്റെ ഈ അറിവിൽ പറഞ്ഞു കേട്ടേക്കണതാണ്. ഒരുപാട് കഷ്ടത, ഒരുപാട് ആൾക്കാർ വെള്ളം മുങ്ങി മരിച്ചിട്ടുണ്ട്. രാത്രി പോകാനോ അല്ലെ പകൽ വരാനോ ഒരു നിവൃത്തിയില്ലാതെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന പെരുമ്പളത്തുകാരെയാണ് ഇപ്പോൾ ഈ രക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് വള്ളം ഇന്ന് ഈ എവരോളം എഞ്ചം വരെ ഉണ്ട്. അന്ന് ഞങ്ങൾ തണ്ടും പങ്കായം വലിച്ചു വേണം ഈ ഒരു രോഗിനെ എറണാകുളം മേഖലയിൽ കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങളൊരു എൻ്റെ അച്ഛൻ്റെ അനിയനെന്ന് പറഞ്ഞ മേഖലയിൽ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പെരുമ്പളത്തിലെ ഓട്ടോ തൊഴിലാളിയാണ്. 10-16 വർഷമായി ഇവിടെ ഒരു ഓട്ടോ തൊഴിലാളി എടുത്ത് ജീവിക്കുന്ന ഒരു ഉപജീവനം വെക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഒരു 6-7 പേഷ്യൻ്റ്, അതായത് ഹാർട്ട് പേഷ്യൻ്റായ രോഗികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു മറുകരയായി ഒരു എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ രോഗിയെ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് നല്ല സങ്കടത്തോടുകൂടിയാണ് ആ സ്ഥലം കടന്നു പോയത്. ഊട്ടിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ബോട്ട് ഇവിടെ പൂത്തോട്ടെ വന്ന് കിടന്ന് 2 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ട് നേരം വെളുക്കുന്നവരെ ബോട്ട് വരുന്നത് വരെ ഞങ്ങൾ പൂത്തോട്ടെ ആ വണ്ടിയിൽ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇക്കരക്ക് കിടന്നത്. എൻ്റെ മക്കൾ ജട്ടിയിലൊക്കെ കിടന്നിട്ടുണ്ട്. രാവിലെ വരാൻ പറ്റാതെയൊക്കെ ജട്ടിയിൽ കിടന്നിറങ്ങിയിട്ട് രാവിലെ വന്നിട്ടുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റണില്ല. സന്തോഷത്തിൻ്റെ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സംരംഭം ലഭിച്ചതിൽ ഞങ്ങളെല്ലാ ജനങ്ങളും പെരുമ്പളത്ത് അതീവ എന്തെന്നാണ് പറയാൻ വാക്കുകൾ നമുക്ക് കിട്ടണില്ല, അത്രയ്ക്ക് സന്തോഷം. ഒരു BSc ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പെരുമ്പളം എന്ന് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുന്നുള്ള അവസ്ഥയിലേക്ക് പെരുമ്പളം ദ്വീപ് ചരിത്രത്തിലേക്ക് എത്തപ്പെടുകയാണ്. കുറേ നാളത്തെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അപ്പനപ്പന്മാരുടെ സ്വപ്നമാണ്. ഈ സ്വപ്നമാണ് ഏറ്റവും നല്ല ഇതായിട്ട് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ നിന്നും എന്താ പറയേണ്ടതെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അയ്യോ, ഞങ്ങൾക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണിത്, ഞങ്ങളുടെ ഉത്സവമാണിത്. ഏറ്റവും മനോഹരമായ പാലം കഴിഞ്ഞ ഈ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു ചൂണ്ടുപലകയായി കാണിക്കാൻ കഴിയുന്ന ഒരു വികസനമാണ്.
സമയം പാലിച്ചെത്തുന്ന ബോട്ട് കാത്തു നിൽക്കേണ്ട, അല്പം വൈകിയാൽ വീടെത്താൻ കഴിയുമോ എന്ന ആശങ്കയുമില്ല. പെരുമ്പളത്തുകാർക്ക് ഇനി യഥേഷ്ടം യാത്ര ചെയ്യാം. അവരുടെ യാത്രാ ദുരിതത്തിനു കൂടിയാണ് അറുതിയാകുന്നത്. പെരുമ്പളത്ത് നിന്ന് ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.